വിഷുദിന ആഘോഷ പരിപാടികൾക്കിടെ വനിതാ മെമ്പർക്ക് മർദ്ദനം. പരിപാടിയിൽ മുഖ്യാതിഥിയെ ക്ഷണിച്ചിരുന്ന കുട്ടമ്പുഴ പഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ ബിന്ദു രാജേന്ദ്രനെയാണ് മദ്യപസംഘം മർദ്ദിച്ചത്. ഒപ്പം ഇവരുടെ മകനും കോൺഗ്രസ് പ്രവർത്തകർക്കും മർദ്ദനമേറ്റു. അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ പരാതി നൽകിയതിന്റെ പ്രതികാരം എന്ന നിലയിലാണ് തങ്ങളെ മർദ്ദിച്ചത് എന്ന് ഇവർ ആരോപിച്ചു. പരിക്കേറ്റവർ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുട്ടമ്പുഴ പഞ്ചായത്ത് പിണവൂർക്കുടി 9-ാം വാർഡ് മെമ്പർ ബിന്ദു രാജേന്ദ്രനാണ് മർദ്ദനമേറ്റത്. ഒപ്പം ഇവരുടെ മകൻ വിമൽ, കോൺഗ്രസ് പ്രവർത്തകരായ അനിൽകുമാർ, സതീശൻ എന്നിവർക്കും മർദ്ദനമേറ്റു. പിണവൂർക്കുടിയിൽ ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി പ്രാദേശിക ക്ലബ്ബായ കബനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തിയ ആഘോഷ പരിപാടികൾക്കിടെയാണ് വനിതാ മെമ്പർക്കുൾപ്പെടെ മദ്യപ സംഘത്തിന്റെ മർദ്ദനമേറ്റത്. സംഘർഷത്തിനിടെ ഇവരെ രക്ഷിക്കാനെത്തിയ മകൻ വിമൽ, ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരായ അനിൽകുമാർ, സതീശൻ എന്നിവർക്കും മർദ്ദനമേറ്റു. അനധികൃത മദ്യവിൽപ്പന ചോദ്യം ചെയ്തതിലെ പ്രതികാരമാണ് സംഭവത്തിന് പിന്നിലെന്ന് ബിന്ദു രാജേന്ദ്രൻ ആരോപിച്ചു. സംഭവം രാഷ്ട്രീയ പ്രേരിതമാണെന്നും വർഷങ്ങളായി LDFന്റെ കുത്തകയായിരുന്ന വാർഡ് ഇത്തവണ UDFന് ലഭിച്ചതിലുള്ള രാഷ്ട്രീയ വൈരാഗ്യം ഇതിന് പിന്നിലുണ്ടെന്നും ബിന്ദു രാജേന്ദ്രൻ ആരോപിക്കുന്നു. പിണവൂർക്കുടി കബനി ക്ലബിന്റെ വിഷു ആഘോഷ പരിപാടിക്ക് വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ 4 മണിക്കായിരുന്നു പ്രോഗ്രാം ആരംഭിക്കുന്നത്. പക്ഷെ 6:30 ആയിട്ടാണ് പ്രോഗ്രാം തുടങ്ങിയത്. 8 മണിയായപ്പോൾ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. ആ സമയത്ത് ഞങ്ങൾ സ്റ്റേജിൽ കയറിയിരുന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് 10 മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി. അവിടുത്തെ പരിപാടി 3/4 ഭാഗം തീർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഞാനും മോനും അനിലും അനിയന്റെ ഭാര്യയും അനിയനും കൂടി ഞങ്ങൾ ഇറങ്ങി വന്നു. അപ്പോൾ കുറിച്ചിയിൽ മധു എന്ന് പറയുന്ന ആള് എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ചീത്ത പറഞ്ഞുകൊണ്ട്, തെറിയാണ് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട്, നീ ഇവിടെ മദ്യം നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുമോ, നീ വാർഡ് മെമ്പർ എന്ന നിലയിൽ നിന്നെ അവിടെ ഭരിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞു. നീയാണോ എക്സൈസിനും പോലീസിനും പരാതി കൊടുത്തത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാനല്ല. ഇവിടെ മുക്ക്, ആനന്ദംകുടി, വെളിയത്തുപറമ്പ് എന്നീ ഭാഗങ്ങളിലെ എല്ലാ സ്ത്രീകളും ദിവസവും കാണുമ്പം പറയാറുണ്ട്, മെമ്പറെ ഒരു രക്ഷയില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ എന്നും. ഭർത്താക്കന്മാർ ഈ മദ്യം കഴിച്ചിട്ട് വീട്ടിൽ വഴക്കാണ്. അവിടെ ഈ LDFകാർ തന്നെയാണ് കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യം എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും പിണവൂർക്കുടി ഭാഗത്ത്, പിണവൂർക്കുടി 9-ാം വാർഡ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വിൽക്കുന്നത്. അല്ലാതെ മറ്റു വേറെ ആരുമില്ല. പോലീസും എക്സൈസും ഓരോ ഡിപ്പാർട്ട്മെന്റും ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ മുൻ മെമ്പർ ബിനീഷ് നാരായണന്റെ നേതൃത്വത്തിൽ, പിന്നെ എക്സൈസിൽ ജോലിയുള്ള രാജേഷ് എന്ന് പറയുന്ന ആളുണ്ട്, ഇവരെല്ലാം കൂടി ഒതുക്കി തീർക്കും. അങ്ങനെ പിണവൂർക്കുടിയെ നശിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാനല്ല പറഞ്ഞത്, ഇവിടുത്തെ ചേച്ചിമാരാണെന്ന് പറഞ്ഞു. അപ്പം മോൻ വന്നു, എൻ്റെ ഇളയ മകൻ വിമൽ വന്നു. എന്താ ചേട്ടാന്ന് ചോദിച്ചു. എന്നിട്ട് നിന്റെ അമ്മയാണ് ഇവിടെ എക്സൈസിനും പോലീസിനും പരാതി കൊടുത്തത്, അതുകൊണ്ട് അന്നേരം പറഞ്ഞു, ചേട്ടാ അമ്മയല്ല, ഇവിടെ ഉള്ള ചേച്ചിമാരാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോനെ മധു തള്ളിയിട്ടു കഴിഞ്ഞപ്പോൾ മോൻ പോയി റോഡിലേക്ക് മറിഞ്ഞു വീണു. അപ്പം ഞാൻ ഓടിച്ചെന്നപ്പോൾ ഇവൻ മധു എൻ്റെ മോൻ്റെ മേത്ത് കയറിയിരുന്ന് തലക്കെട്ടും മുറത്തിനിട്ടൊക്കെ ചങ്കിനിട്ടൊക്കെ ഇടിക്കുമോ. ഞാൻ കരഞ്ഞുകൊണ്ട് മോനെ പോയി പിടിച്ചു വലിച്ചു കഴിഞ്ഞപ്പം ഇവൻ്റെ കുറച്ച് ആൾക്കാർ, കബനിയുടെ പ്രവർത്തകർ തന്നെയാണ്. ബിനീഷ് ഉണ്ടായിരുന്നു, രാജേഷ്, പ്രതാപൻ, ആഞ്ഞിലിമൂട്ടിൽ മധു, പിന്നെ കുറച്ച് ക്ലബിൻ്റെ പ്രവർത്തകർ, ഇവരെല്ലാം വന്നു. പിന്നെ കൂട്ടയടിയായിരുന്നു. എൻ്റെ കൂടെ വർക്കിന് വന്ന എൻ്റെ അനിലിൻ്റെ മുഖം കണ്ടോ സാറൊക്കെ, കണ്ടോ, ഇടിച്ചതാണ്. അത്രയും മാരകമായിട്ട് എൻ്റെ മോൻ്റെ കണ്ണ്, നെറ്റിക്ക് 3-4 മുറിവുണ്ട്, ചതവുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും അനിയത്തിയോടായിരുന്നു, അവരെയും പൂരം ഇടിച്ചു. ഇതുണ്ടോ എൻ്റെ കഴുത്തിൻ്റെ നീര് കണ്ടോ, ഇതെല്ലാം അവരെന്നെ ഇടിച്ച് തലയ്ക്ക് കയറി ചവിട്ടി. എന്നിട്ട് പ്രതാപൻ എന്ന് പറയുന്ന KSE ബോർഡിൽ ജോലിയുള്ള പ്രതാപൻ, ആഞ്ഞിലിമുട്ടിൽ, എൻ്റെ സാരി അങ്ങ് വലിച്ചു പറിച്ചിട്ട് 3/4 ഭാഗവും പറഞ്ഞു പോയി. ഞാൻ നാണം കെട്ടുപോയി. അതേ അവസ്ഥയിലാണ് എന്നോട് പെരുമാറിയത്. ബാക്കി പിന്നെ ആൾക്കാരൊക്കെ വന്ന് പിടിച്ചു മാറ്റിയത് കൊണ്ട് ഞങ്ങളെ കൊന്നില്ല. ഞാൻ ഇലക്ഷന് 12.5 വർഷമായിട്ട് LDFന്റെ കുത്തകയായ വാർഡായിരുന്നു പിണവൂർക്കുടി 9-ാം വാർഡ്. ആ വാർഡിൽ ഞാൻ ജയിച്ചത്, എന്നെ അവിടെയുള്ള അമ്മമാര് വിജയിപ്പിച്ചത്, അവിടുത്തെ മദ്യം നിർത്തണം, സഹായിക്കണം ബിന്ദു ചേച്ചി എന്നും പറഞ്ഞ് ആണ് എന്നെ വിജയിപ്പിച്ചത്. ഞാനൊരു ആശാ വർക്കറാണ്, ഹാംലറ്റ് ആശ, കുട്ടമ്പുഴ പഞ്ചായത്തിൽ. അങ്ങനെയാണ് ഞാനിപ്പോൾ UDFന്റെ മെമ്പറായി കയറി അന്ന് മുതൽ എന്നെ വ്യക്തിപരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ LDFകാർ എന്നും പ്രവർത്തിക്കുകയാണ്. എന്നെ 2 വർഷം പോലും തികപ്പിക്കില്ല എന്നൊക്കെയാണ് ഇവര് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ബുധനാഴ്ച രാത്രി 10 മണിയോടെ നടന്ന അക്രമ സംഭവങ്ങളിൽ പോലീസ് FIR ഇട്ടത് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് മാത്രമാണ്. തങ്ങളെ ആക്രമിച്ചവരിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ അടക്കമുണ്ടെന്നും പോലീസിന്റെ ഒത്താശയോടെയാണ് ആക്രമണം നടന്നതെന്നും ഇവർ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.